അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടും. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 118 സങ്കീർത്തനം എന്റെ 5-ാമത്തെ വാക്യം. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി, എന്നെ വിശാല സ്ഥലത്താക്കി. അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. ഹല്ലേലൂയ. ഈ ദൈവവചന ഭാഗം വായിച്ച് പലപ്പോഴും നമ്മൾ ആശ്വാസം കണ്ടെത്താറുണ്ട്. ഈശ്വരോ, കാരണം ഈ ഭൂമി ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും വിവിധ തരത്തിലുള്ള ഞെരുക്കങ്ങൾ കടന്നു വരും. കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, ദാരിദ്ര്യങ്ങൾ, പരാജയങ്ങൾ ഒക്കെ മനുഷ്യ ജീവിതത്തിലുള്ളതാണ്. ഈശ്വരോ, ഒരു ഭവനമില്ലാതെ, ഒരു ഭൂമിയില്ലാതെ, മക്കളെ പഠിപ്പിക്കാൻ മാർഗമില്ലാതെ, അവരെ കെട്ടിച്ചയക്കാൻ പൈസയില്ലാതെ, അവർക്ക് വീട് വാങ്ങിക്കൊടുക്കാൻ സ്ഥലമില്ലാതെ, ഒരു നല്ല ജോലിയില്ലാതെ, ഉള്ള ജോലി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, കയ്യിലെ സാമ്പത്തികമെല്ലാം തീർന്നു കഴിയുമ്പോൾ, നാം ശാരീരികമായി ക്ഷീണത്തിലായി കഴിയുമ്പോൾ, ബലഹീനരാകുമ്പോൾ, അങ്ങനെ എന്തെല്ലാം സാഹചര്യത്തിലാണ് മനുഷ്യൻ ഞെരുക്കം അനുഭവിക്കുന്ന പറയാം. നിങ്ങൾ അതിൻ്റെ ഒരു ഭാഗമാണ്, ഞാനും. പ്രൈസറോ, നമുക്ക് ഒരുപാട് ഞെരുക്കങ്ങളുണ്ട്. ലേലിയ അങ്ങനെ ഞെരുക്കങ്ങൾ കടന്നു വരുമ്പോൾ, ലേലിയ സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി, എന്നെ വിശാല സ്ഥലത്താക്കിയെന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, അത് നമ്മുടെ ഞെരുക്ക സമയങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന, നമ്മുടെ ഞെരുക്കം കാണുന്ന, നമ്മുടെ അവസ്ഥ അറിയുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുകയാണെങ്കിൽ രക്തം ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിങ്ങൾക്കൊരു വിശാലത തരാൻ ദൈവം വിശ്വസനം. രക്തം ചെയ്യും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ പ്രഭാതത്തിൽ സ്തോത്രം പറഞ്ഞാട്ട് ഈ വചനം വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഞെരുക്കാവസ്ഥയെ നിങ്ങൾ ചിന്തിക്കണം. അതിനെ മാറ്റിത്തരാൻ സർവശക്തനായ ദൈവമുണ്ട് എന്ന് നിങ്ങളുടെ ഉള്ളിൽ, ഹൃദയത്തിൽ ബോധ്യം വരുമ്പോഴാണ് ഹല്ലേലൂയ നമ്മുടെ മാനസിക സംഘർഷങ്ങളിൽ നിന്ന്, നമ്മുടെ മനസ്സിന്റെ പിരിമുറുക്കത്തിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കാൻ കഴിയുള്ളൂ. പ്രൈസറോ, ഈ ഭൂമിയിൽ അനവധി മനുഷ്യൻ ഞെരുക്കം കണ്ടെന്ന് വന്നപ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയാതെ കടക്കണി കൊണ്ട് ആത്മഹത്യ ചെയ്തവരുണ്ട്. ആത്മഹത്യ ചെയ്തതുകൊണ്ട് അവരുടെ ഞെരുക്കം മാറിയില്ല. പ്രൈസറോ, വീണ്ടും അവർ ഞെരുക്കം മറ്റുള്ളവർക്ക് വെച്ചു പോയി, കടബാധ്യത വെച്ചു പോയത്. അതുകൊണ്ട് ഞെരുക്കം വരുമ്പോൾ നമ്മൾ സ്വയം ജീവൻ ഒടുക്കി നമ്മളെ തകർത്ത് കളഞ്ഞതുകൊണ്ട് ഒരിക്കലും നാം ഭൂമി ജീവിച്ചപ്പോൾ നമുക്കുണ്ടായ ഞെരുക്കം മാറുന്നില്ല. നമ്മുടെ ആത്മഹത്യ ഉണ്ടാകുമ്പോൾ മോചനവുമില്ല. നാം സ്വയം ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവ് നിത്യ നരകത്തിലേക്ക് പോകുകയാണ്, മോചനമില്ലാതെ. ഇവിടെ ഇത്രമാത്രം ഞെരുക്കമാണെങ്കിൽ നരകത്തിൽ എത്രമാത്രം ഞെരുക്കമാണ് നിങ്ങൾ ചിന്തിച്ചാൽ. എന്നെ കേൾക്കുന്നവർ ശ്രോതാവ്, ഞെരുക്കത്തെ കാണുന്ന, ഞെരുക്കം അറിയുന്ന, നമ്മുടെ നിലവിളി കേൾക്കുന്ന യേശുവിലേക്ക് വന്നിട്ട് ഹല്ലേലൂയ നിങ്ങളുടെ അവസ്ഥകൾ അങ്ങ് പറയണം. നിങ്ങളുടെ ഹൃദയത്തിന്റെ അവസ്ഥകൾ, നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനോട് പറയണം. മുഴങ്ങാനും മുടക്കിയിരുന്ന് പറയണം. സന്തോഷത്തോടെ കാതോർത്ത് കേട്ടിരിക്കുവാൻ, കേട്ടതിന് മറുപടി നൽകുവാൻ നമ്മുടെ യേശു വിശ്വസ്തനാണ്. പ്രൈസറോ, നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ അനവധി ആളുകൾ ഞെരുക്കങ്ങളിലൂടെ കടന്നുപോയി മരണം മാത്രം മുമ്പിൽ നിന്ന സന്ദർഭങ്ങളിൽ അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചിട്ടുണ്ട്. കർത്താവരുടെ സ്ഥിതികൾക്കെല്ലാം മാറ്റം കൊടുത്തു. ഹോശേയ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ, യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ എനിക്കൊരു കൊയ്ത്ത് വെച്ചിരിക്കുന്ന വായിക്കുന്ന പോലെ ദൈവം നമ്മുടെ സ്ഥിതികളൊക്കെ ഒന്ന് മാറ്റി തരുമെന്ന്. അപ്പോൾ വലിയൊരു കൊയ്ത്തിന്റെ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരും. സ്തോത്രം. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ദയയെ ഓർത്ത് സ്തുതിക്കണമെന്നാണ് ഈ 118 സങ്കീർത്തനം 1 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. എന്ന് പറഞ്ഞ യഹോവയുടെ ദയയെ കീർത്തിക്കുന്ന ഒരു സ്തോത്രകാലമാണ്. അതിന്റെ ചരിത്ര പശ്ചാത്തലം കൂടെ ഞാൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. നശിപ്പിക്കപ്പെട്ട ദൈവാലയത്തിന് പകരമായി ബാബേൽ പ്രവാസാനന്തരം പണിത പുതിയ ദൈവാലയത്തിന് അടിസ്ഥാനം ഇട്ടപ്പോൾ ഗാനപ്രതിഗാനമായി ഈ സങ്കീർത്തനം അതിലെ ആദ്യ വാക്യങ്ങൾ പാടിയതായി എസ്രയുടെ പുസ്തകം 3:10-11 വാക്യങ്ങളിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. 115 സങ്കീർത്തനത്തിൽ പ്രസ്താവിച്ചിട്ടുള്ള പ്രകാരം 3 പ്രത്യേക ഗണങ്ങൾ ഈ സ്തോത്ര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് ഈ വചനത്തിൽ കാണാൻ കഴിയും. അതില് സ്തോത്രം, ഒന്ന്
ഇസ്രായേൽ മൊത്തമായി, 2 പൗരോഹിത്യ കുടുംബം ഉൾപ്പെട്ട അഗരം ഗൃഹം പ്രത്യേകമായി, 3 യഹോവ ഭക്തന്മാർ പ്രത്യേകമായി യഹോവയെ സ്തുതിക്കുന്ന കാഴ്ചയാണ് ഈ സങ്കീർത്തനത്തിൽ കാണുന്നത്. അപ്പൊ എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നു. നശിക്കപ്പെട്ട ദൈവാലയം പുതുക്കിപ്പണത് അതിന് അടിസ്ഥാനം വിട്ടപ്പോൾ ആ ജനത്തിന്റെ ഞെരുക്കം കണ്ട, ജനത്തെ കൈത്താങ്ങ് കൊടുത്ത, ജനത്തിന് ആശ്വാസം പകർന്നു കൊടുത്ത ഇസ്രായേലും അഹരോന്യ പൗരോഹിത്യ കുടുംബവും യഹോവഭക്തന്മാർ ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഇപ്പൊ വചനം പറയും, ഇടുക്കമായ അവസ്ഥയിൽ നിന്നും വിശാലമായ സ്ഥലത്തേക്ക് ദൈവം സംഗീതനക്കാരെ കൊണ്ടുവരുന്ന സാക്ഷ്യമാണ് നമ്മൾ ഈ 5-ാം വാക്യത്തിൽ വായിച്ചത്. ഹല്ലേലൂയ. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കിയെന്ന്. ഹല്ലേലൂയ. അപ്പൊ ഞെരുക്കമുണ്ടെങ്കിൽ മാത്രമേ വിശാലതയുള്ളൂ. രക്തം ചെയ്യാം. നിന്റെ ജീവിതത്തിൽ ഒരു പരാജയം വരുമ്പോഴാണ് അവിടെ ഒരു വിജയസാധ്യത വെളിപ്പെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഞെരുക്കം വരുമ്പോഴാണ് നിങ്ങൾക്കൊരു വിശാലത ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. കഷ്ടം വരുമ്പോഴാണ് ഹല്ലേലൂയ അതിനകത്ത് ഉയർച്ച. അല്ലേ? നഷ്ടങ്ങൾ വരുമ്പോഴാണ് അതിനകത്ത് ഉയർച്ച. അപ്പൊ ജീവിതത്തിൽ എവിടെയെങ്കിലും പരാജയം വരുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അതിനപ്പുറത്തൊരു വിജയം ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മളൊക്കെ പണ്ട് പഴമക്കാർ പറഞ്ഞ് കേട്ടിട്ടില്ല, ഒരു കുന്നുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതം, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ കടന്നു വരും. ഹല്ലേലൂയ. ചില സാഹചര്യങ്ങളെ നമുക്ക് അതിജീവിക്കാൻ വളരെ പ്രയാസമായിരിക്കും. ചില സാഹചര്യങ്ങളെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രതിസന്ധിയായിരിക്കാം. പക്ഷെ അവിടെയൊക്കെ കൈവിടാതെ നമ്മെ സൂക്ഷിക്കുന്ന ഒരു യേശുവുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ എൻ്റെ ജീവിത ശുശ്രൂഷയില് ഹല്ലേലൂയ ദൈവത്തെ അറിഞ്ഞ കാലം തൊട്ട് ഇന്ന് വരെ ഒരുപാട് ഞെരുക്കങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവിടെയെല്ലാം ദൈവമാണ് എന്നെ നിലനിർത്തിയത്. രക്തം ചെയ്യും. എന്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്നൊക്കെ പറഞ്ഞ വളരെ ഞെരുക്കത്തിൽ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. വളരെ ഞെരുക്കം. ആരോട് പറയാൻ, ആരോട് സംസാരിപ്പാൻ, ആരാണ് നമുക്ക് കൈത്താങ്ങൽ, ആരാണ് നമുക്കൊരു ആശ്വാസം, ആരാണ് നല്ല വാക്ക് പറയുന്നതെന്നൊക്കെ ഓർത്ത് പലപ്പോഴും നമ്മൾ ഭാരപ്പെടാറുണ്ട്. പക്ഷേ അവിടെ എല്ലാം നമ്മുടെ ഞെരുക്കം കാണുന്ന ദൈവസേന മുഴങ്ങാനും അടങ്ങിയത് പ്രാർത്ഥിക്കുക. അപ്പൊ ഞെരുക്കമുണ്ട്. ഞാൻ ഈ ദൈവത്തിന് നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ തന്നെ ഞാനൊക്കെ വലിയ ഞെരുക്കത്തിൽ കടന്നു പോകുന്നു. ഹല്ലേലൂയ. പക്ഷേ കൈവിടാതെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ദൈവമുണ്ടെന്ന് ഉറപ്പാണ് വീണ്ടും വീണ്ടും ദൈവത്തിന് പ്രസംഗിപ്പാനുള്ള കൃപ തരുന്നത്. രക്തം ചെയ്യും. അപ്പൊ ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഞെരുക്കങ്ങൾ കടന്നു വരുമ്പോൾ, സങ്കടങ്ങൾ കടന്നു വരുമ്പോൾ നാം ദുഃഖിതനായി മാറി ഹല്ലേലൂയ വിധിക്കുന്നതിനേക്കാൾ നല്ലത് എവിടെ സന്തോഷം പ്രകടിപ്പിച്ചേക്കണം. ഹല്ലേലൂയ. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആരെന്നെ വിളിച്ചിട്ട് എന്തുകൊണ്ട് പാസ്റ്ററെ വിശേഷം ചോദിക്കും, ഞാൻ എല്ലാവരും സന്തോഷമെന്ന് പറയുന്നത്. കാരണം ഒരുപാട് ഞെരുക്കങ്ങളുടെ നടുവിൽ നിന്ന സന്തോഷം എന്ന് പറയുന്നത്. കാരണം ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ ചെറിയ ഞെരുക്കങ്ങളെ നമ്മൾ എടുത്തു കാണിച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന കർത്താവിന് അത് സങ്കടമാകുമോ എന്ന് ചിന്തിച്ചിട്ട് എന്റെ ബുദ്ധിക്ക് അഭിപ്രായം പറയുന്നത്, ഞാൻ ദൈവത്തോട് ഞാൻ എല്ലാവരും സന്തോഷമാണെന്ന് പറയും. പക്ഷെ ഞെരുക്കമുണ്ട് ജീവിതത്തിൽ. ഹല്ലേലൂയ. എന്നാലും നമ്മൾ കൈവിടത്തില്ല ദൈവം. പ്രൈസറോ. ഇവിടെ പ്രാർത്ഥന നിങ്ങളുടെ ഞെരുക്കങ്ങളെയും പോരാട്ടങ്ങളെയും നീക്കിക്കളയും. പ്രൈസറോ. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ഞെരുക്കങ്ങളെയും പോരാട്ടങ്ങളെയും നിങ്ങളുടെ കഷ്ടങ്ങളെയും നിങ്ങളുടെ ശാപങ്ങളെയും മഹാവ്യാധികളെയും നീക്കിക്കളയും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഒരു വിശാല സ്ഥലത്ത് നിന്നെ ഇരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുക. പ്രൈസറോ. ജീവിതത്തിൽ ഉയർച്ച ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി പോലും ഈ ഭൂമിയിലില്ല. എല്ലാവരും ഒരു വിശാലത ആഗ്രഹിക്കുക. അല്ലെങ്കിൽ കിടക്കയിലായിരിക്കുന്ന, ശാരീരികമായി ക്ഷീണിച്ച് കിടക്കുന്ന, രോഗിയായിരിക്കുന്ന വ്യക്തി പോലും ഒരു വിശാലത ആഗ്രഹിക്കുന്നു. അങ്ങനെയല്ലേ നമ്മളൊക്കെ ഈ ചെറിയ രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ കടന്ന് വളരെ പ്രയാസത്തിൽ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങ് മരിച്ചാൽ മതി നമ്മൾ പറയുമോ? അങ്ങനെ പറയുന്നത് പോഷത്തരമാണ്. അങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നത്, കർത്താവ് എനിക്കൊരു സൗഖ്യം തരണം, എനിക്കൊരു ആശ്വാസം തരണം, എന്നെ സൗഖ്യമാക്കി എനിക്കൊരു ആശ്വാസം തന്ന അങ്ങേക്ക് വേണ്ടി സാക്ഷ്യം വഹിപ്പാൻ എന്റെ ഒരു വിശാല സ്ഥലത്താക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. രക്തം ചെയ്യും. പ്രൈസറോ. അത് പറയാൻ കാരണം, ഞാൻ അല്ലെങ്കിൽ പല രോഗികളെ കാണാൻ പോയിട്ടുണ്ട് ഹോസ്പിറ്റലുകളിൽ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പാസ്റ്റർ, കർത്താവ് എനിക്കൊരു സൗഖ്യം തന്നാൽ, എനിക്കൊരു വിടുതൽ തന്നാൽ ഞാൻ എൻ്റെ കർത്താവിനെ എല്ലാവരും മധ്യേ സാക്ഷീകരിക്കും.
കർത്താവ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയും. കർത്താവിൻ്റെ ഒരു വിശാല സ്ഥലത്ത് കൊണ്ട് ഇരുത്തുമ്പോൾ ഞാൻ കർത്താവിൻ്റെ സാക്ഷ്യമായി തീരും എന്നൊക്കെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിയാണ് പ്രിയരെ. ദൈവം നമുക്കൊരു വിടുതൽ നൽകുമ്പോൾ ദൈവത്തിൻ്റെ നന്ദി, നമ്മോട് കാണിച്ച നന്ദി, നമ്മോട് കാണിച്ച ഉപകാരങ്ങൾ ഓർത്ത് നമ്മൾ ദൈവത്തെ നമ്മെ സ്തുതിക്കണം, നന്ദി പറയണം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മെ ഒരു വിശാല സ്ഥലത്തിരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുന്നവൻ വീണ്ടും വീണ്ടും ഉയർത്തപ്പെടും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രാർത്ഥിക്കും തോറും നിങ്ങൾ ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കും. രക്തം ചെയ്യാം. തകർച്ചയുടെ നടുവിൽ, തകരുന്നതിന്റെ നടുവിൽ, കാറ്റും കോളും മാഞ്ഞടിക്കുമ്പോൾ, ഹല്ലേലൂയ, പേമാരി പോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ, നീ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ, പ്രാർത്ഥിക്കും തോറും ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ജീവിത പരാജയങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിക്ക് ഒരു ഉയർച്ചയെന്ന് പറയുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമുക്ക് ഭൗതിക സമ്പത്തുകളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും നമ്മെ ഉയർത്തണമെന്നില്ല. പക്ഷെ ദൈവം ഒരു മനുഷ്യനെ ഉയർത്തിയാൽ, ഹല്ലേലൂയ, അതിനെ താഴ്ത്തുവാൻ ഈ ഉലകത്തിൽ ആർക്കും കഴിയില്ല. രക്തം ചെയ്യും. അതുകൊണ്ട് ഇന്ന പകൽ നിങ്ങൾ പ്രാർത്ഥിക്കും തോറും നിങ്ങളെ ദൈവം ഉയർത്തിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഈ സദൃശ്യവാക്യമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്. സദൃശ്യവാക്യം 28-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് വിപൽ പ്രബോധനങ്ങളും നിർദ്ദേശങ്ങളും അതിനകത്ത് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതിന്റെ 1-ാമത്തെ വാക്യം തന്നെ വായിക്കുമ്പോൾ, സദൃശ്യം 28-1 തന്നെ വായിക്കുമ്പോൾ, ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു, നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്ന. അപ്പം ദുഷ്ടനെ ആരും ഓടിക്കേണ്ട, അവർ തന്നെ ഓടിപ്പോകുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ നീതിമാന്മാരെന്താണ്? ബാലസിംഹങ്ങളെ പോലെ നിർഭയമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നീ ഒരു നീതിമാനായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളെ നീതിയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ കഷ്ടങ്ങൾ മുഴുവൻ അറിയുന്നവൻ യേശു കർത്താവാണ്. നിന്റെ കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി നിന്നെ ഉയർത്തുന്നവൻ യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ദൈവത്തിനൊക്കെ പ്രസംഗിക്കുമ്പോൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ എന്നെ പലരും വിളിക്കാറുണ്ട്. കാരണം ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ ഫോൺ നമ്പർ ഇടുന്നത് കൊണ്ട് മെസ്സേജിന്റെ കൂടെ അല്ലെങ്കിൽ ചിലർ വിളിക്കും. അപ്പൊ അവര് പറയുന്നത്, എന്നെ വിളിച്ചിട്ടുള്ളതിൽ നല്ലൊരു ശതമാനം ജനങ്ങളും കഷ്ടങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ രാജ്യങ്ങളിൽ കടന്നുപോയി ദീർഘകാലങ്ങൾ ജോലി ചെയ്തിട്ടും ജീവിതത്തിൽ ഉയർച്ചയില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് കുടുംബം ഛിന്ന ഭിന്നമായി പോയ അനവധി ആളുകൾ വിളിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്ക് കടന്നുപോയിട്ട് ഉയർച്ചയില്ലാതെ കഷ്ടപ്പെടുന്നവർ വിളിച്ചിട്ടുണ്ട്. വളരെ മാനസികമായി പീഡ അനുഭവിക്കുന്നത്, കടക്കിടിയാൽ നാട്ടിൽ കടന്നൊന്ന് കടം തീർക്കാൻ കഴിയാതിരിക്കുന്ന ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട്. അവരുടെ ഞെരുക്കങ്ങൾ അവർ പറയുന്നേ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ചിന്തിക്കാറുണ്ട്, ജീവിതത്തിൽ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി പലരും ഉള്ളതെല്ലാം വിറ്റുപേർക്ക് പണയം വെച്ച് പലിശക്കെടുത്ത് ലോൺ എടുത്തൊക്കെ വിദേശ രാജ്യങ്ങൾ കടന്നുപോയിട്ട് അവിടെയും ഒരു ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ ഹല്ലേലൂയ ഞെരുക്കത്തിൽ കടന്നു പോകുന്നവരുണ്ട്. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരോടൊക്കെ ഞാൻ പറയട്ടെ, മണലാരണ്യത്തിൽ നീ കഷ്ടത അനുഭവിക്കുമ്പോഴും, ഹല്ലേലൂയ, നിനക്ക് ജോലി തരാമെന്ന് പറഞ്ഞ് നിന്നെ വിളിച്ചുകൊണ്ടുപോയവർ നിന്നെ കബളിപ്പിച്ചാലും, നിന്റെ നന്മകളെല്ലാം നഷ്ടപ്പെട്ട് നീ നിരാശയുടെ അനുഭവത്തിൽ നിൽക്കുമ്പോഴും നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നെങ്കിൽ, സ്തോത്രം, കർത്താവ് നിനക്കൊരു വിശാലത തരും. രക്തം ചെയ്യും. യേശു ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഒരു വിശാലത തരുമെന്നുള്ള ഉറപ്പ് ബൈബിൾ തരിക. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതേ സ്നേഹിത, ദൈവം നിന്നെ കൈവിട്ട് കളയത്തില്ല. ലോകത്തിന്റെ ഏത് ഭാഗത്ത് നീ ഇരുന്ന കഷ്ടം സഹിച്ചാലും, ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്ന് നീ വേദന അനുഭവിച്ചാലും, അത് കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ, യേശുവോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമാണ്. ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ കാണുകയില്ലെന്ന് മോശെ ഇസ്രായേലിനോട് പറഞ്ഞതുപോലെ, നിങ്ങൾ ഇന്ന് കണ്ട കഷ്ടതകൾ, ഇന്ന് കണ്ട വേദനകൾ, ഇന്നലെ അനുഭവിച്ച ഞെരുക്കങ്ങൾ കാണാതെ വണ്ണം നിനക്കൊരു വിശാലത തന്നിനെ ഉയർത്തുവാൻ ആമേൻ ദൈവം വിശ്വസ്തനാണ്. രക്തം ചെയ്യും. ഹല്ലേലൂയ. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് വിവിധമായ മഹാവ്യാധികളാൽ നിറയപ്പെട്ടതാണ്. ഈ ലോകത്തിൽ ഒരു മനുഷ്യന് പോലും എനിക്ക് ഒരു രോഗവുമില്ല എന്ന് പറയാൻ കഴിയില്ല. എല്ലാവരും രോഗികളാണ്. ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഏതെങ്കിലും വിധത്തിൽ മനുഷ്യ ശരീരത്തിന് ബലഹീനതകളുണ്ട്. ഹല്ലേലൂയ. മനുഷ്യ ശരീരത്തിന് ബലഹീനത കടന്നു വരുമ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന അനവധി സാഹചര്യങ്ങൾ കടന്നു വരാം. നിരാശപ്പെടുന്ന അനുഭവങ്ങൾ,
അതൊക്കെ നമ്മുടെ ഞെരുക്കത്തിന്റെ അനുഭവമാണ്. ഹല്ലേലൂയ. അങ്ങനെ ഞെരുക്കത്തിൽ നീ കഷ്ടം സഹിക്കുമ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരനോട് ചേർന്നൊന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ എന്താ? ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. ഹല്ലേലൂയ. അപ്പൊ ഈ വചനത്തോട് ചേർന്ന് ഹല്ലേലൂയ നമ്മൾ 4-ാം സങ്കീർത്തനം വായിക്കുമ്പോഴും സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് പറയുന്ന ഒരു അനുഭവമുണ്ട്. ഹല്ലേലൂയ. അവിടെ ദാവീദ് പറയുന്നത് എന്താ? എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം അരുളണമേ. ഞാൻ ഞെരുക്കത്തിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ദാവീദിന്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ വേദപുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. സങ്കീർത്തന പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇത്രമാത്രം പ്രാർത്ഥിച്ചൊരു ഭക്തനെ ഹല്ലേലൂയ നമുക്ക് വേറെ കാണാൻ കഴിയില്ല. ഈ ഭക്തൻ ഒരുപാട് ഞെരുക്കത്തിലൂടെ കടന്നു പോയവനാ. ഈ ദാവീദ് എന്ന് പറയുന്ന വ്യക്തി തന്റെ ബാല്യം മുതൽ ഒരുപാട് ഞെരുക്കത്തിലൂടെ കടന്നുപോയി. താൻ ഞെരുക്കം കടന്നു വന്നപ്പോൾ, അങ്ങനെയുള്ള കഷ്ടതയിലൂടെ കടന്നു പോയപ്പോൾ ഹല്ലേലൂയ നിരാശപ്പെട്ടു പോകാതെ ദാവീദ് യഹോവയോട് വിളിച്ചപേക്ഷിച്ചു. ഹല്ലേലൂയ. അതാണ് പറയുന്നത്. എന്താണ്? എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമെന്നുള്ള നിലവിളി കേട്ട ഭക്തന്റെ ജീവിതത്തിൽ പിന്നീട് ഈ ഭക്തൻ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. 23-ാം സങ്കീർത്തനത്തിൽ, യഹോവ എന്റെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങൾ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു എന്ന് പറഞ്ഞ ആത്മാവിന് കുളിരേകുന്ന, ആത്മാവിന് സ്വാതന്ത്ര്യം പകർന്നു നൽകുന്ന, ആത്മാവിനെ സന്തോഷിപ്പിക്കുന്ന 23-ാം സങ്കീർത്തനം വായിച്ച അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ, 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഭക്തൻ പറയാണ്, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും, ഞാനോ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്ന്. അതേ സ്നേഹിതം, ദൈവം നമ്മെ കൈവിട്ട് കളയില്ല. ദൈവം നമ്മെ ഒരിക്കലും മറന്നു കളയില്ല. പെറ്റമ്മ മറന്നാലും നമ്മെ മറക്കാത്തവൻ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മെ ഉള്ളംകരങ്ങളിൽ വഹിക്കുന്നവൻ, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുന്ന ഒരു നല്ല യേശു നമുക്കുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ഞെരുക്കത്തിൽ നിങ്ങൾക്കൊരു വിശാലത തരുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിലാണ് നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും എല്ലാം വെക്കേണ്ടത്. ഹല്ലേലൂയ. ദാവീദ് പറയാണ്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിൽ നിന്റെ പ്രത്യാശയും പ്രതീക്ഷയും നീ വെക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നാം ദൈവത്തിന്റെ കരുണയ്ക്കായി തുടർന്ന് യാചിക്കേണ്ടതാണ്. നാം ദൈവത്തിന്റെ കരുണയ്ക്കായി തുടർന്ന് യാചിക്കേണ്ടത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഞാൻ പറയട്ടെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നാ തോന്നേ, നിങ്ങൾ ദൈവത്തിന്റെ അവകാശമാണ്. ഈശ്വരോ, നിങ്ങൾ ദൈവത്തിന്റെ അവകാശമായതുകൊണ്ട് സ്വർഗരാജ്യത്തിന്റെ അവകാശികളും കൂടാണ് നിങ്ങൾ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അവകാശികളായതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ അവകാശിയായിട്ട് ദൈവം നിങ്ങളെ മാറ്റുകയാണ്. ഈശ്വരോ, അപ്പം കർത്താവ് നമ്മെ എത്ര സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മളെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കണം. പഴയ നിയമമൊക്കെ പഠിക്കുമ്പോൾ മോശയും യോശുവയും ഏലിയാവും ഒക്കെ വളരെ ദൈവത്തിനെ പ്രാർത്ഥിച്ചു വരാം. മോശ എന്ന് പറയുന്ന മനുഷ്യൻ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവത്തിൽ നെടുമ്പാട് വീണ് കിടന്ന് പ്രാർത്ഥിച്ച വ്യക്തിയാണ്. യോശുവ എന്ന് പറയുന്ന വ്യക്തി ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച വ്യക്തിയാണ്. ഏലിയാവ് എന്ന് പറഞ്ഞ പ്രാർത്ഥന മനുഷ്യനാണ്. അഗ്നിയുടെ പ്രവാചകൻ എന്നൊക്കെയാ പറയുന്നത്. എന്റെ പ്രാർത്ഥനയ്ക്കകത്ത് അഗ്നി ഇറങ്ങി. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ പ്രാർത്ഥന ശക്തരായി മാറണം. ഹല്ലേലൂയ. ഇവിടെ വചനം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, നമ്മുടെ കർത്താവ് ഭീരുവല്ല. നിങ്ങൾ തിരിച്ചറിയണം, നമ്മുടെ കർത്താവ് ഒരു ഭീരുവായ കർത്താവല്ല. അല്ലൊരു ധൈര്യമുള്ളവനാണ്. നമ്മുടെ കർത്താവ് ധൈര്യമുള്ളവനാണ്. അവൻ പ്രാർത്ഥിക്കുന്ന തന്റെ മക്കളെ ധൈര്യപ്പെടുത്തുന്നു. പ്രൈസലോ. നമ്മുടെ കർത്താവ് ഒരിക്കലും ഭീരുവല്ല. പ്രാർത്ഥിക്കുന്ന തന്റെ മക്കളെ ധൈര്യപ്പെടുത്തുന്നവരാ, ദൃഢപ്പെടുത്തുന്നവരാ. യോശുവ മോശ മുഖാന്തരം അമ്മയെ ദൃഢപ്പെടുത്തി. അല്ലയ്യ, യോശുവ ഇസ്രായേലിന്റെ നിരയിൽ നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ മോശ അല്ലേലിയ യോശുവയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രൈസലോ. അത് മുഖാന്തരം യോശുവ വളരെ ബലപ്പെട്ടു. അല്ലേലിയ. അപ്പൊ ശിഷ്യന്മാരെ തന്റെ മുറിവേറ്റ കരം കൊണ്ട് യേശു ബലപ്പെടുത്തി. യേശുവിനോടൊപ്പം ശിഷ്യന്മാർ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ
പലപ്പോഴും ഭാരപ്പെട്ടിട്ടുണ്ട്. അന്ന് യേശു കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ മരണാനന്തരം മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷമായി ശിഷ്യന്മാർ ശുശ്രൂഷകൾ ഏറ്റെടുത്തപ്പോൾ വലിയ ഞെരുക്കത്തിന്റെ അനുഭവത്തിലൂടെ ശിഷ്യന്മാർ കടന്നുപോയി എന്നുള്ളത് ആ തിരുവെഴുത്ത് വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ കടന്നുപോയ സന്ദർഭങ്ങളിലൊക്കെ ദൈവം അവരെ കൈവിട്ട് കളയാതെ സൂക്ഷിച്ചുവെന്ന് വിശുദ്ധ തിരുവെഴുത്തിനകത്ത് വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം 4 അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 4 അധ്യായം അതിന്റെ 16 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു എന്ന് ഹല്ലേലൂയ പൗലോസ് പറയുക. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തു തെരഞ്ഞെടുത്ത ശിഷ്യന്മാര് പോലും പലപ്പോഴും അധൈര്യപ്പെട്ടു പോയി. ഹല്ലേലൂയ. പൗലോസ് ആദ്യമായി അധൈര്യപ്പെട്ടു. അല്ലെങ്കിൽ ഞെരുക്കങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു. അവിടെയുള്ള അങ്ങനെയുള്ള സാഹചര്യത്തിൽ പൗലോസ് പറഞ്ഞു, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും ഹല്ലേലൂയ സ്തോത്രം പോകുന്നുവെങ്കിലും ഞങ്ങൾ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ പൗലോസ് ധീരനായി നിലകൊള്ളുന്നത് തന്റെ അകത്തെ മനുഷ്യൻ ദിനംപ്രതി പുതുക്കം പ്രാപിക്കുന്നുകൊണ്ടായിരുന്നു. പുറമേയുള്ളവൻ എന്ന് പറയുന്നത് നശിച്ചുകൊണ്ടിരിക്കുന്ന മർത്യശരീരമാണ്. അകത്തെ മനുഷ്യന് മരിക്കാൻ കഴിയില്ല. അത് ബലപ്പെട്ട് ആമേൻ വരികയാണെന്ന് നമ്മൾ എഫേസ്യ ലേഖനമൊക്കെ വായിക്കുമ്പോൾ, കൊലോസ്യ ലേഖനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. അതേപോലെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ അകത്തെ മനുഷ്യൻ ആത്മാവിനാൽ ദൈവം നമ്മെ നിറച്ചു കഴിയുമ്പോൾ, ദൈവസാന്നിധ്യം നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, നിങ്ങൾ ഏതുവിധ ഞെരുക്കത്തിലൂടെ കടന്നു പോയാലും അതിന്റെ നടുവിൽ നിങ്ങൾക്കൊരു വിശാലത ദൈവം തരും എന്ന് നിങ്ങൾ വിശ്വസിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കണം. സ്തോത്രം. ഞാൻ മുമ്പ് പറഞ്ഞില്ല, ഞെരുക്കമില്ലാത്തവരാരുമില്ലെന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ ഈ മനുഷ്യനുമായിട്ട് സംസാരിക്കുമ്പോഴാണ് അവരുടെ കഷ്ടങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. ഹല്ലേലൂയ. എത്രയോ കുടുംബങ്ങളാണ് പ്രിയരെ ദാരിദ്ര്യം അനുഭവിക്കുന്നത്. നമ്മുടെ ഇന്ത്യ എന്നൊക്കെ പറയുന്ന സമ്പൽ സമൃദ്ധിയുടെ അനുഭവമാണ്, സമ്പന്ന രാജ്യമാണ് എന്നൊക്കെ വാതോരാതെ പ്രസംഗിക്കുന്ന രാഷ്ട്രീയക്കാർ നമ്മൾ കണ്ടിട്ടില്ലേ? ഭരണപ്രതിപക്ഷ പാർട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. വാതോരാതെ ഞങ്ങൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ സമ്പന്ന രാജ്യമാണ് എന്നൊക്കെ. പക്ഷെ ഇപ്പോഴും നിങ്ങൾ ചെന്ന് ഇന്ത്യയുടെ എത്രയോ ഗ്രാമങ്ങൾ നിങ്ങൾ സന്ദർശിച്ചു നോക്ക്. വളരെ കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ച് ദാരിദ്ര്യം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യക്കകത്ത്. സാറ് നിങ്ങൾ പാർക്കുന്ന കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നിങ്ങൾ കടന്നു നോക്കണം. കേരളത്തിൽ ഏകദേശം 1446 വില്ലേജുകളുണ്ട്. ഹല്ലേലൂയ. 991 പഞ്ചായത്തുകളുണ്ട്. നമ്മൾ ആ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കടന്നു പോകണം. ഹല്ലേലൂയ. നമ്മൾ ഈ പഞ്ചായത്തുകൾ നിരന്തോറും കയറി ഇറങ്ങി സഞ്ചരിച്ച് അവിടുത്തെ ജനത്തിന്റെ സ്ഥിതിവിശേഷങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഈ പ്രസംഗത്തിനകത്തേക്ക് പോഷത്വം മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് ഏത് പോഷത്തിനും വിളിച്ചു പറയും. കാരണം അവർക്ക് സ്ഥാനമാനങ്ങളും അധികാരങ്ങളുമാണ് ആവശ്യം. ഹല്ലേലൂയ. പക്ഷെ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം രക്തം ചെയ്യും, കഷ്ടം സഹിക്കുന്ന, വേദന അനുഭവിക്കുന്ന, ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുക. അവർക്കാണ് ഈ സങ്കടം അറിയത്തുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിലെ 1446 വില്ലേജുകൾക്കകത്ത് എത്രയോ വ്യക്തികൾ സ്വന്തമായിട്ടുണ്ട് ഭൂമിയില്ലാതെ, ഒരു വീടില്ലാതെ ഭാരപ്പെടുന്നുണ്ട്. മക്കൾക്കൊരു ജോലിയില്ലാതെ, ഒരു നിലനിൽപ്പില്ലാതെ എത്രയോ ആളുകളാണ് ഞെരുക്കം അനുഭവിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഭയങ്കര സമ്പന്ന രാജ്യമാണെന്ന്. ഹല്ലേലൂയ. അത് വാതോരാതെ സംസാരിക്കാൻ പറ്റും. പക്ഷേ ജനത്തിന്റെ അവസ്ഥ അറിയണം. രക്തം ചെയ്യും. ജനത്തിന്റെ അവസ്ഥ അറിയുന്നവനാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ സ്നേഹിക്കുന്നവൻ. രാഷ്ട്രീയത്തിനകത്ത് നിന്നുകൊണ്ട് സ്ഥാനമാനത്തിനും പേരിനും പ്രശസ്തിക്കും വേണ്ടി വാതോരാതെ പ്രസംഗിച്ച് ഞങ്ങളെല്ലാം ഉന്നതമായ വിജയത്തിലാണെന്ന് പറയുന്നത് കൊണ്ട് എന്താ പ്രയോജനം? ഹല്ലേലൂയ. ഇവിടെ ഭയങ്കര വികസനത്തെ കുറിച്ച് പറയാറുണ്ട്. ഹല്ലേലൂയ. എന്താണ് പ്രിയരുടെ വികസനം എന്നൊക്കെ പറഞ്ഞാൽ സംഭവിച്ചിരിക്കുന്നത്? ഇവിടുത്തെ ഏതെങ്കിലും റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും റോഡിൽ കൂടെ നമുക്ക് ജീവൻ സുരക്ഷതയോടുകൂടി പോകാൻ പറ്റുമോ? ഹല്ലേലൂയ. എവിടെയെങ്കിലും നല്ല റോഡ് കാണിക്കാൻ പറ്റുമോ? എല്ലാം പൊട്ടി പൊളിഞ്ഞ് നാശമായി തകർന്ന് തരിപ്പണമായി കിടക്കുകയല്ലേ. അപ്പോഴും നമ്മൾ പറയുന്ന ഭയങ്കര സമൃദ്ധിയാണ്, ഭയങ്കര വിജയമാണെന്നാണ് പറയുന്നത്. ഇവിടെ ഭയങ്കര ഞെരുക്കമാണ്. ഹല്ലേലൂയ. ലോകരാജ്യങ്ങളിൽ നിങ്ങൾ പരിശോധിച്ചു, 7 ഭൂഖണ്ഡങ്ങൾക്കകത്ത് ഹല്ലേലൂയ 800 കോടി ജനം വസിക്കുന്നു.
എത്രയോ രാജ്യങ്ങൾക്കകത്ത് വൈദ്യുതി ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്, നെറ്റ്വർക്ക് ഇല്ലാത്ത, വെള്ളത്തിന്റെ സ്രോതസ് വെള്ളമില്ലാത്ത സ്ഥലങ്ങൾ, ദാരിദ്ര്യവും പട്ടിണി അനുഭവിക്കുന്ന അനവധി സ്ഥലങ്ങൾ. അങ്ങനെ മനുഷ്യനെല്ലാം ഞെരുക്കത്തിലാണ് കടന്നു പോകുന്നത്. ആ കൂട്ടത്തിൽ ഒരാളാണ് നിങ്ങൾ. ലേരിയ അങ്ങനെ ഞെരുക്കത്തിൽ കടന്നു പോകുന്നവരുടെ കൂട്ടത്തിൽ ഒരാളാണ് സഹോദര സൗകര്യം നിങ്ങളും, അല്ലേരിയ ഞാനും ഒക്കെ. ഉള്ളവർക്ക് ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, അവര് നന്നായിട്ട് ജീവിക്കുന്നുണ്ട്, നമുക്കതിൽ പരാതിയില്ല, പരിഭവങ്ങളൊന്നുമില്ല. അവരെങ്ങോട്ട് കഴിയുന്ന പോലെ അവർ നേടിയെടുത്തു, അവരും ജീവിക്കുന്നു, സന്തോഷിക്കട്ടെ. പക്ഷെ ഞെരുക്കത്തിലിരിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. നീ ഞെരുക്കത്തിലിരിക്കുമ്പോൾ നീയും പ്രാർത്ഥിക്കണം. നിന്റെ ഞെരുക്കത്തെ നീക്കി നിനക്കൊരു വിശാലത തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അല്ലേരിയ ഈ വെള്ളം എന്നും കലങ്ങി തന്നെയല്ല ഒഴുകുന്നത്. അല്ലേരിയ എത്ര പെരുമഴ പെയ്ത് വെള്ളം ആമേലലിയ ഇരച്ചു മറിഞ്ഞ് അല്ലേരിയ കലങ്ങി മറിഞ്ഞു വന്നാലും ആ വെള്ളം എന്നും അങ്ങനെ തന്നെ കലങ്ങി മറിഞ്ഞ് നിൽക്കത്തില്ല. അതിന് തെളിയുന്നൊരു സമയമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നിന്റെ ജീവിതം കലങ്ങി മറിഞ്ഞ അനുഭവമായിരിക്കാം. കലങ്ങി മറിഞ്ഞു വരുന്ന പെരുവെള്ളം പോലെയായിരിക്കും നിന്റെ ജീവിത സാഹചര്യം, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥകൾ. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ അതിനകത്ത് ഒരു തെളിവിന്റെ ദിവസം ദൈവം നിനക്ക് തരും. വിശ്വസിക്കണം, വിശ്വസിക്കണം. മരണസമാനമായ അനുഭവത്തിലാണോ നീ ജീവിക്കുന്നത്? മരണം നിന്റെ മുമ്പിലുണ്ടെങ്കിലും അല്ലേലിയ ദുർഗന്ധം വമിക്കുന്ന അനുഭവങ്ങളാണെങ്കിലും അല്ലേലിയ യേശു മാർത്തയോടും മറിയോടും പറഞ്ഞൊരു വാക്യമുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീയും കർത്താവിൽ വിശ്വസിക്കണം. എന്റെ ചരിത്ര പശ്ചാത്തലേക്ക് പോകുന്നില്ല, ആ ഭാഗം നമ്മളുമായിട്ട് ചേർന്ന സമയമില്ല. അപ്പം വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ട് ശ്രോതാവേ, ഏതാണ് നിന്റെ ഞെരുക്കം? ഏതാണ് നീ അനുഭവിക്കുന്ന കഷ്ടത? നിന്റെ ജീവിതത്തിന്റെ പ്രയാസമേറിയ അനുഭവങ്ങൾ ഏതാണ്? ഏത് വിഷയത്തിലാണ് നീ ദുഃഖിക്കുന്നത്? ഹല്ലേലൂയ. അതിനെന്റെ യേശു മറുപടി തരാൻ പോയ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ മക്കളുടെ പഠനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ, അവരുടെ ഭാവി ഒന്ന് സുരക്ഷിതമാക്കിയെടുക്കുവാൻ, അവർക്ക് തക്കതായ തുണை കണ്ടെത്തി അവരെ ജീവിതത്തിൽ കൈപിടിച്ച് നടത്തുവാൻ, അവർക്ക് നല്ലൊരു ജോലി വാങ്ങിക്കൊടുക്കുവാൻ അല്ലേരിയ കഴിയാതെ നിങ്ങൾ ഞെരുക്കത്തിന്റെ അനുഭവമാണോ? സ്വതന്ത്രം അല്ലേരിയ നീ പ്രാർത്ഥിച്ചു തുടങ്ങ്. നിന്റെ തലമുറയെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അല്ലേരിയ സ്തോത്രം. കർത്താവ് നിന്നെ മാനിക്കുക തന്നെ ചെയ്യും, വ്യക്തം ചെയ്യും. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്നത് ഞെരുക്കത്തിന്റെ നടുവിലാണ്. ഞാൻ മുമ്പ് ആവർത്തിച്ചു, അതാണ് നമ്മളെ വിശാലതയ്ക്ക് കൊണ്ടുവരുന്നത്. ഫ്രൈസറോ അപ്പൊ നിനക്കൊരു ഞെരുക്കം തരുന്നത് നിനക്കൊരു വിശാലത തരാൻ വേണ്ടിയിട്ടാണ്. അല്ലേരിയ അപ്പൊ പൗലോസ് പറയുന്നത് അല്ലേരിയ ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്കുനാൾ ബലം പ്രാപിക്കുന്നു എന്നാണ്. ഇവിടെ സാത്താൻ വിശ്വാസികളെ പാപം ചെയ്യുവാനായി പ്രേരിപ്പിക്കും. പാപം ആത്മീയ ധൈര്യത്തെ നഷ്ടപ്പെടുത്തും. അല്ലേരിയ സാത്താന് നമ്മുടെ ഉള്ളിൽ പാപം ചെയ്യാനുള്ള പ്രേരണ കൊണ്ടുതരും. അല്ലേരിയ പാപം എന്ന് പറയുമ്പോൾ പാപത്തിന് പല സ്വഭാവങ്ങളാ, രൂപങ്ങളാ, ഭാവങ്ങളാ. അല്ലേരിയ നമ്മുടെ ഉള്ളിൽ വരുന്ന അവിശ്വാസം പോലും പാപമാണെന്ന്. അല്ലേരിയ നിങ്ങൾ കഷ്ടതയുടെ നടുവിൽ ഞെരുക്കത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പിശാച് പറയും, നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, നീ ഉപവസിച്ചിട്ട് കാര്യമില്ല, അതിനൊന്നും മറുപടി കിട്ടാൻ പോകുന്നില്ല, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നൊക്കെ നിന്റെ ഉള്ളിൽ അവിശ്വാസം പിശാച് കൊണ്ടുത്തരും. അല്ലേലിയ അത് നിന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കും. അല്ലേലിയ അപ്പം പാപം അല്ലെ ചെയ്യും, ആ പാപത്തിലേക്ക് പിശാചിനെ തള്ളിയിടും. എന്നാൽ പരിശുദ്ധാത്മാവോ നിങ്ങളെ പ്രാർത്ഥിക്കുവാനായി തട്ടി ഉണർത്തും. അല്ലേലിയ പിശാച് നിങ്ങളെ കൊണ്ട് പാപം ചെയ്യുക ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ മാമിൻ്റെ ഒരു വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ, നിങ്ങളെ ഞെരുക്കം മാറ്റുവാൻ, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കായി നിങ്ങളെ തട്ടി ഉണർത്തുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ധൈര്യത്തോടുകൂടെ ഉന്നതമായ ബലം പ്രാപിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി തീക്ഷ്ണതയോടെ നിൽക്കുക കഴിയും. അല്ലേലിയ അപ്പൊ പരിശുദ്ധാത്മാവ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഞെരുക്കം മാറും. അല്ലേലിയ കഷ്ടങ്ങൾ മാറും, മനോവേദനകൾ മാറും, മാനസിക നിരാശകൾ മാറും. നിന്നെ അലട്ടുന്ന ഏത് പ്രശ്നമായാലും മാറ്റിയിട്ട് മഹാതീക്ഷ്ണതയോടെ, ഉന്നതമായ ശക്തിയോടെ, ഉന്നതമായ ബലത്തോടെ അല്ലേലിയ നീ കർത്താവിന് വേണ്ടി നിൽക്കും. ജയത്തിന്മേൽ ജയം തന്ന ആമേൻ നിന്നെ ദൈവം മാനിക്കും. ഇന്ന് പകരം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മാത്രമേ നീ കടന്നു പോകുന്ന സകല പ്രശ്നത്തിന് പരിഹാരമുണ്ടെന്ന് രക്തം ചെയ്യും.
ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ജീവിതത്തിൽ സങ്കടപ്പെടുന്ന അനുഭവങ്ങൾ വരാറുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും വേദന അനുഭവം വരാറുണ്ട്. ഞാൻ നമ്മളോട് പറഞ്ഞല്ലോ, വളരെ ഞെരുക്കത്തിലൂടെ കടന്നു പോവുകയാ. ആ ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ഓർത്തിരിക്കും, ഞാൻ ദൈവത്തോട് പറയും, കർത്താവ്, ഈ ഞെരുക്കമൊക്കെ നീ എനിക്കൊരു വിശാലത തരാനാണല്ലോ എന്ന് ഞാൻ ദൈവത്തോട് പറയാം. അപ്പൊ എന്റെ മനസ്സിന് സന്തോഷമാവും. ഹല്ലേലൂയ. അത് തന്നെ ഇരുന്ന് നമ്മൾ പലതും ചിന്തിച്ചു കൂട്ടി നമ്മൾ ഭാരപ്പെട്ടു പോകരുത്. മനുഷ്യൻ തനിച്ചിരിക്കുമ്പോൾ ഒരുപാട് ചിന്ത വരുന്നത്, തനിച്ചിരിക്കും ഒരുപാട് ചിന്ത വരും, ഒരുപാട് ആലോചനകൾ നമ്മുടെ മനസ്സിൽ വരും. അങ്ങനെ ഒരുപാട് ചിന്തകളും ആലോചനകളും വന്നിട്ട് നമ്മുടെ മനസ്സിനെ തളർത്തി നമ്മെ അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോയി നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കും പിശാച്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നാം ദൈവത്തിന് പ്രാർത്ഥിക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്കായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്താൻ തുടങ്ങും. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ബലം പകരുമ്പോൾ നമ്മൾ പറയും, ഇതെല്ലാം, ഈ കഷ്ടതയ്ക്കെല്ലാം അപ്പുറത്തൊരു വിജയമുണ്ടെന്ന്. പ്രൈസലോ. അതെ സ്നേഹിത, ഈ കഷ്ടതയ്ക്ക് അപ്പുറത്തൊരു വിജയമുണ്ട്. ഹല്ലേലൂയ. ദാവീദ് നിലവിളിച്ച പോലെ പ്രാർത്ഥിക്കണം. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരവിടണമേ. ഞാൻ ഞെരുക്കത്തിലായിരുന്നപ്പോൾ എനിക്ക് വിശാലത തന്ന് പറഞ്ഞതുപോലെ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കണമെന്ന്. രക്തം ചെയ്യണം. ഹല്ലേലൂയ. ദൈവത്തിന് ഉപകാരങ്ങൾ ഓർത്ത് എന്നും ദൈവത്തെ സ്തുതിക്കണം. എന്മനവേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരങ്ങളുടെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനവേ യഹോവയെ വാഴ്ത്തുക, ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് നമ്മൾ 103 സംഗീതമൊക്കെ വായിക്കാറല്ലേ? ആശ്വാസവാക്യങ്ങളല്ലേ? അല്ലെ? നമ്മുടെ പാപങ്ങളെ നമ്മുടെ പാപങ്ങളെ നീക്കുന്നു, നമ്മുടെ അകൃത്യങ്ങളെ നീക്കുന്നു, നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതുക്കി തരും. ഇതെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ വിശ്വസ്തനാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോലെ വചനങ്ങളൊക്കെ ഒന്ന് ഉറപ്പിച്ചു വിട്ടെന്ന് മാത്രം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് വചനം, പൗലോസ് ദൈവത്തെ സ്തുതിച്ച് ധൈര്യം പ്രാപിച്ചുവെന്ന് അപ്പോസ്തലപ്രവൃത്തി 28:15 നാം വായിക്കുന്നുണ്ട്. അപ്പം ദൈവത്തെ സ്തുതിച്ച് ധൈര്യം പ്രാപിച്ച പൗലോസ് അധിക ധൈര്യത്തോടെ, ഹല്ലേലൂയ, യാതൊരു മടിയുമില്ലാതെ ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യേകതകൾ താൻ പറഞ്ഞുകൊണ്ടിരുന്നു. പീഡകൾ കടന്നു വന്നപ്പോൾ, പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ, മരണകരമായ അനുഭവങ്ങൾ കടന്നു വന്നപ്പോൾ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടപ്പോൾ, ആപത്തുകൾ വർദ്ധിച്ചപ്പോൾ, മരണം വരെ ജീവിതത്തിൽ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ, കാരാഗ്രഹത്തിൽ പിരിപ്പിയ കാരാഗ്രഹത്തിൽ തടമൂലിയായി കിടക്കുമ്പോൾ, സ്തോത്രം, പൗലോസിന്റെ ജീവിതത്തിൽ ഞെരുക്കങ്ങളുടെ വലിയ പട്ടിക തന്നെ നമുക്ക് വായിക്കുന്നുണ്ട്. ആ സമയത്തും പൗലോസ് എന്താണ്? ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, വിശുദ്ധ വേദപുസ്തകത്തിൽ ആമി പൗലോസിനെ പോലെ കഷ്ടം സഹിച്ച, യോബിനെ പോലെ കഷ്ടം സഹിച്ച മറ്റാരും കാണത്തില്ല. എന്നാൽ പൗലോസിന്റെ ജീവിതവും യോബിന്റെ ജീവിതമൊക്കെ വായിക്കുമ്പോൾ അവർ ആത്മാവിൽ പ്രാർത്ഥിച്ചു, ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി. അവരുടെ ഞെരുക്കങ്ങളെ അറിഞ്ഞ ദൈവം അവർക്ക് വിശാലത നൽകി എന്നുള്ളതാണ്. അതെ, നീ ഏത് കഷ്ടതയിലൂടെ കടന്നുപോയാലും നിനക്ക് വിശാലത തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് പകലെന്നെ കേൾക്കുന്ന മാതാവേ, നീ ഏതിനെ ഓർത്താ കരയുന്നത്? ഏത് വിഷയത്തിലൂടെ നീ കരയുന്നത്? എന്നെ കേൾക്കുന്ന പിതാവേ, നീ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്? എന്നെ കേൾക്കുന്ന ശ്രോതാവേ, സഹോദര സഹോദരി, നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുകയാണ്, നീ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്? ഹല്ലേലൂയ. ആ വിഷയത്തെ യേശുവിന്റെ കരങ്ങളിൽ വിട്ടുകൊടുത്ത്, നിന്റെ വിഷയം അറിയുന്ന, നിന്റെ ഞെരുക്കം കാണുന്ന, നിന്റെ സങ്കടങ്ങൾ കാണുന്ന, നിന്റെ കണ്ണുനീര് കാണുന്ന യേശുവിന്റെ കരങ്ങളിലേക്ക് നീ വിഷയം വിട്ടുകൊടുത്തിട്ട് പ്രാർത്ഥിക്കുന്നെങ്കിൽ രക്തം ചെയ്യാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യും. യേശു നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. അതൊക്കെ പൗലോസൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വചനം എന്നൊക്കെ പറയുന്നത്. നീ വിശുദ്ധ വേദപുസ്തകം നിന്റെ കരങ്ങൾ കൊണ്ട് എടുത്താൽ, ഹല്ലേലൂയ, ഈ വേദപുസ്തകം നീ ചുമക്കാൻ തയ്യാറായാൽ, ഈ വേദപുസ്തകം നീ ഉയർത്തിപ്പിടിക്കാൻ തയ്യാറായാൽ, സത്യവേദപുസ്തകം നിന്റെ കരങ്ങൾ കൊണ്ട് എടുത്ത് നീ ഉയർത്താൻ തുടങ്ങിയാൽ, ഹല്ലേലൂയ, നിന്റെ ഞെരുക്കത്തെ ദൈവം മാറ്റിത്തരും. സ്തോത്രം. രക്തം ചെയ്യും. വിശ്വസിക്കുന്ന രാമൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് പറയുന്നത്, ഹല്ലേലൂയ, യേശുക്രിസ്തുവിനെ കുറിച്ചൊരു മടിയുമില്ലാതെ, ദൈവരാജ്യത്തെ കുറിച്ചൊരു മടിയുമില്ലാതെ പൗലോസ് കഷ്ടങ്ങളുടെ നടുവിലും ഞെരുക്കങ്ങളുടെ നടുവിലും പ്രസംഗിക്കുക. ഹല്ലേലൂയ. നമുക്കറിയാം പൗലോസിനെ, ഹല്ലേലൂയ, ചന്തസ്ഥലത്തോട് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് കാരാഗ്രഹത്തിൽ കൊണ്ട് അട്ടിക്കൊടുത്ത് ചങ്ങലയിലിട്ട് പൂട്ടി, ആമത്തിലിട്ട് പൂട്ടി. എന്നിട്ടും ഭക്തന്റെ നാവ് എന്ത് ചെയ്തു? ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 16 വായിച്ചത് കാണാൻ കഴിയും. പക്ഷെ എവിടെയും ദൈവത്തെ സ്തുതിക്കുവാനുള്ള മനസ്സ് നിനക്കുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവത്തെ സ്തുതിക്കുവാനുള്ള മനസ്സ് നിനക്കുണ്ടെങ്കിൽ നീ ഒരിക്കലും തകർന്നു പോകുകയില്ല.
നിന്റെ കുടുംബത്തെ ദൈവം പണിയുവാൻ തുടങ്ങും. രക്തം ചെയ്യും. സാത്താൻ നിന്റെ കുടുംബത്തെ പൊളിക്കാനാണ് ഒരുങ്ങുന്നത്. സാത്താൻ നിന്റെ കുടുംബത്തെ ഇല്ലായ്മയെ ശ്രമിക്കുമ്പോൾ ദൈവം നിന്റെ കുടുംബത്തെ പണിയുവാൻ തുടങ്ങും. രക്തം ചെയ്യും. നീ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴക്കാൻ മുടക്കുന്ന സമയം സാത്താൻ നിന്നെ കണ്ട് വിറയ്ക്കാൻ തുടങ്ങും. Praise the Lord. ഇവിടെ നാം ദൈവത്തിന് വചനം ഹല്ലേലൂയ അങ്ങനെയാണ്. ഇവിടെ നമ്മൾ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ യെരുശലേമിൽ 10 ദിവസം ഒരുമിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച പത്രോസ് ശിഷ്യന്മാരും കർത്താവിന് വേണ്ടി തീക്ഷ്ണതയോടെ പ്രവർത്തിച്ചു. ഹല്ലേലൂയ. യഹൂദന്മാരെയും പരീശന്മാരെയും അവർ ഭയന്നില്ല. ധൈര്യപൂർവ്വം നിന്നുകൊണ്ട് ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, അവർ പത്രോസിന്റെ യോഹന്നാന്റെ ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്ത ഒരു സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കുകയാലും ആമേൻ ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞ് സൗഖ്യം പ്രാപിച്ച അവരോട് കൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ടും അവർക്ക് എതിർപ്പറവാൻ വകയില്ലായിരുന്നുവെന്ന് അപ്പോസ്തലപ്രവൃത്തി 4:13-14 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പം പൗലോസും സ്തോത്രം തന്റെ ജീവിത ശുശ്രൂഷയുടെ നടുവില് കഷ്ടം സഹിച്ചതുപോലെ തന്നെ പത്രോസും ആദിയായ ശിഷ്യന്മാര് തങ്ങളുടെ ശുശ്രൂഷയിൽ ഒരുപാട് കഷ്ടം സഹിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. പൗലോസും ഒക്കെ ഒരുപാട് പീഡയിലൂടെ കടന്നുപോയതുപോലെ പെന്തക്കോസ്താളിന്റെ ആരംഭകാലഘട്ടങ്ങളിൽ, ദൈവസഭയുടെ ആരംഭകാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ പത്രോസ് ആദിയായി ഒരുപാട് കഷ്ടത്തിൽ കടന്നുപോയി. അവർക്ക് ഒരുപാട് ഞെരുക്കങ്ങൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവരെല്ലാം അവിടെ അധൈര്യപ്പെട്ടു പോകാതെ അധൈര്യപ്പെട്ടു പോകാതെ അവർ ധൈര്യത്തോടെ യേശുവിനെ പ്രസംഗിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? യഹൂദന്മാരൊക്കെ ആശ്ചര്യപ്പെട്ടു. ഹല്ലേലൂയ. പത്രോസിന്റെയും കൂടെയുള്ള ശിഷ്യന്മാരുടെയും വാക്കുകൾക്ക് തിരിച്ചു മറുപടി പറയുവാൻ കഴിയാതെ വണ്ണം അവർ ചഞ്ചലപ്പെട്ടു എന്നൊക്കെ നമ്മൾ വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ കഷ്ടതയും നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ 136 സംഗീതം വായിക്കുമ്പോൾ കാണുന്നത്, താഴ്ചയിൽ നമ്മെ ഉയർത്തിയവന് സ്തോത്രം ചെയ്യുവിൻ. ഹല്ലേലൂയ. അവന്റെ ദൈവം എന്നേക്കുമുള്ളത്. അത് നിന്റെ താഴ്ചയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ കടത്തെ മാറ്റിത്തരും ദൈവം. നിന്റെ വേദനയെ മാറ്റിത്തരും. നിന്റെ സങ്കടത്തെ മാറ്റിത്തരും. ദുഃഖത്തെ മാറ്റിത്തരും. ശാപത്തെ മാറ്റിത്തരും. നിന്റെ ദാരിദ്ര്യത്തെ മാറ്റിത്തരും. പ്രിയ മാതാവേ, പിതാവേ, ഹല്ലേലൂയ. ഞാൻ മുമ്പ് ആവർത്തിച്ച് വീടില്ലാതെ ഭാരപ്പെടുകയാണോ? ഒരു തുണ്ട് ഭൂമിയില്ലാതെ നീ ഭാരപ്പെടുകയാണോ? ജീവിതത്തിൽ ഒരു ചില്ലി പൈസ പോലും നിന്റെ കരങ്ങൾ കൊണ്ട് എടുക്കുവാനില്ലാതെ നീ കഷ്ടപ്പെടുന്ന വ്യക്തിയാണോ? ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ. ഒരുപാട് ഭിക്ഷാടനം നടത്തുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ ഭവനങ്ങളിലൊക്കെ കടന്നു വരാറുണ്ട്. അവരൊക്കെ ഒരുപാട് ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരാ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊരു ചായ കടയിൽ വേണമെങ്കിൽ ഒരു 10 രൂപ, ആ 10 രൂപ ഒക്കെ മാറ്റി ചിലടത്ത് 12-15 വരെ ആയി. ഒരു തുടം ചായ തരുന്നതിന് 15 രൂപയൊക്കെ മേടിക്കുന്ന കടകളുണ്ട്, 12 രൂപ മേടിക്കുന്ന കടകളുണ്ട്. നമ്മുടെ വീട്ടിലൊരു അംഗപരിമിതൻ അല്ലെങ്കിൽ ഒരു യാചകൻ കടന്നു വന്നാൽ നമ്മൾ ആ മനുഷ്യന് കൊടുത്താൽ എത്ര കൊടുക്കും? 1 രൂപ കൊടുക്കും. പണ്ടൊക്കെ 50 പൈസ 25 പൈസ ഉണ്ടായിരുന്നിട്ട് അതാ കൊടുത്തത്. ഇപ്പൊ 50 പൈസ 25 പൈസ നിർത്തിയത് കൊണ്ട് അല്ലെങ്കിൽ 1 രൂപ 2 രൂപ കൊടുക്കും. ഇനി 1 രൂപ 2 രൂപ കൊണ്ട് നിർത്തി കഴിഞ്ഞാലേ അവർക്ക് 5 രൂപ തൊട്ട് കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ ഒരു ചായക്കെങ്കിലും ഒരു വരുമാനം കിട്ടും. ചായക്ക് ഒരു ചായയെങ്കിലും കുടിക്കാൻ എനിക്ക് ഒരു 10 രൂപ ആ വീട്ടിൽ നിന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ഒരു യാചകൻ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. പക്ഷെ നമ്മളെല്ലാം കൂടെ തപ്പിപ്പെറുക്കി എടുത്തിട്ട് അവസാനം അതിനകത്തെ ചെറിയ തുട്ട് ഏതാണോ അതുകൊണ്ട് കൊടുക്കും. ഹല്ലേലൂയ. ആ മനുഷ്യൻ വളരെ ഞെരുക്കത്തിലാവാതെ. ഹല്ലേലൂയ. ഒരുപക്ഷെ അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് മണിക്കൂറുകളായി കാണാം. ഒരുപക്ഷെ നേരം വെളുത്ത് നിങ്ങളുടെ വീട്ടിൽ വരുന്നിടം വരെ ഭക്ഷണം കഴിച്ച് കാണത്തില്ല. ഒരു ചായ കുടിക്കാൻ പൈസ കയ്യിൽ ഉണ്ടായിരുന്നു വരത്തില്ല. അദ്ദേഹം പല വീടുകൾ കയറി ഇറങ്ങി, പല വീടുകളും മുമ്പിൽ കൈനീട്ടി, പലരുടെയും മുമ്പിൽ കൈനീട്ടി. എല്ലാവരും അദ്ദേഹത്തെ ആട്ടി ഓടിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. 6-7 വീടുകൾ കയറിയിട്ട് ചിലപ്പം കിട്ടിയത് 2-3 രൂപയായിരിക്കും. ഒരു ചായ കുടിക്കണമെങ്കിൽ അദ്ദേഹം എത്ര വീടുകൾ കയറി ഇറങ്ങണം? ഒരു 10 രൂപ 12 രൂപ കിട്ടണമെങ്കിൽ എത്ര വീടുകൾ കയറി ഇറങ്ങണം? ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ടെ. ഹല്ലേലൂയ. എത്ര വീടുകൾ കയറിയ ഒരു ചായ? അങ്ങനെയുള്ള ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന അനുഭവത്തി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഈ യാത്രകൾ ചെയ്യുമ്പോൾ ഞാൻ പലരെയും കാണാറുണ്ട്. ഞാൻ പലരെയും കാണുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് അവർക്കൊരു 1 രൂപ 2 രൂപ ഒന്നും കൊടുക്കാൻ ശ്രമിക്കത്തില്ല. ഞാൻ കുറഞ്ഞതൊരു 10 രൂപയെങ്കിലും കൊടുക്കും. കാരണം ചായ കുടിക്കുന്ന 10 രൂപ വേണമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. വിശപ്പിന്റെ വിളി നന്നായിട്ട് അറിഞ്ഞവനാ ഞാൻ.
വളരെ ദാരിദ്ര്യത്തിൽ ജീവിച്ചു വന്നവരാ, വളരെ ദാരിദ്ര്യ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് വളരെ ദാരിദ്ര്യത്തിൽ ജീവിച്ചവരാണ്. അല്ലെങ്കിൽ ബിഷപ്പിന്റെ വിളി എന്താ നന്നായിട്ട് അറിഞ്ഞ് ഒരു ചായ കുടിക്കാൻ വകയില്ലാതെ ഭാരപ്പെട്ട സമയങ്ങളുണ്ട്. അതുകൊണ്ട് ചായയുടെ വിലയൊക്കെ എനിക്കറിയാം, ഞെരുക്കത്തിനറിവ്. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ കടന്നു വരുന്നവർക്ക് ഒരു 10 രൂപയെങ്കിലും കൊടുത്ത് ചായ കുടിക്കുവാൻ ഞാൻ പലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ട്, പലരോടും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതേ സ്നേഹിതൻ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന അനുഭവത്തിയ ആളുകളാണ്. നിങ്ങൾ അങ്ങനെയുള്ള ഞെരുക്കത്തിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ പറയും, എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവമില്ല, എനിക്ക് ആരുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വന്നിട്ടില്ല, ആരുടെ മുമ്പിൽ യാചിക്കേണ്ടി വന്നിട്ടില്ല, എനിക്കൊന്നിനും കുറവില്ല, ഒന്നിനും മുട്ടിലെന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം. പറയുന്നവർ എനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരാ, ഞങ്ങൾക്കൊക്കെ ഒരുപാട് കഷ്ടങ്ങളുണ്ട്, ഒരുപാട് വേദനകളുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊരാശ്വാസം, ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങളെ വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന, ഞങ്ങളുടെ ഞെരുക്കത്തിൽ ഞങ്ങളെ വിശാലതയ്ക്ക് കൊണ്ടുവരുന്ന യേശു ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ഹല്ലേലൂയ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളെല്ലാം മാറിപ്പോകും, രക്തം ചെയ്യും. ഞാൻ പറഞ്ഞു, ഒരുപാട് ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ടെന്നാണ്. അതുകൊണ്ട് എന്നെ നിൽക്കുന്ന പ്രിയ സ്നേഹിത, ശക്തമായി നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ മനുഷ്യരെ പേടിക്കേണ്ടി വരത്തില്ല. നീ ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ നീ മനുഷ്യരെ പേടിക്കേണ്ടി വരത്തില്ല. അല്ലേലൂയ സ്തോത്രം. മനുഷ്യൻ ഇന്ന് പലരും പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങി, കോടതി കയറിയിറങ്ങി, വിവിധ പ്രശ്നങ്ങളുണ്ടാക്കി അധികാരികൾക്ക് സമാധാനം കൊടുക്കാതെ, നാട്ടിൽ സമാധാനം കൊടുക്കാതെ, ഭവനത്തിൽ സമാധാനം കൊടുക്കാതെ സംഘർഷങ്ങൾ ഉണ്ടാക്കി സ്തോത്രം പലരും നിൽക്കുകയാണ്. അതിലേക്ക് നടുവിലെ കഷ്ടം സഹിക്കുന്ന ആളുകളുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അക്രമങ്ങൾ വിട്ട് മടങ്ങി വന്ന് മനുഷ്യനെ പേടിക്കാതെ ദൈവത്തിന് നിൽക്കുക കഴിയണം. നിങ്ങളുടെ മനസ്സാക്ഷി നിർമ്മലമാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ വാക്കുകളെ കർത്താവ് മാനിക്കത്തുള്ളൂ. നിങ്ങളുടെ മനസ്സാക്ഷി, നിങ്ങളുടെ ഹൃദയം നിർമ്മലമാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം മാനിക്കത്തുള്ളൂ. സ്തോത്രം. ആർക്കും എതിർപ്പറവാൻ കഴിയാത്ത വാക്കാലും ശക്തിയാലും കർത്താവ് നിങ്ങളെ നിറയ്ക്കും. നിങ്ങളുടെ മനസ്സാക്ഷി, നിങ്ങളുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ ആർക്കും നിങ്ങളോട് എതിർപ്പറയാൻ കഴിയാത്ത വാക്കിനാലും ശക്തിയാലും ദൈവം നിങ്ങളെ നിറയ്ക്കാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ ദൈവത്തിനുമായി സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായി കർത്താവ് നമ്മെ പഠിപ്പിച്ച ശിഷ്യന്മാരെ പഠിപ്പിച്ചു. സ്തോത്രം. എനിക്ക് കർത്താവ് സകല തിന്മയിൽ നിന്ന് നിങ്ങളെ കാത്തു സൂക്ഷിക്കും. കർത്താവ് നിങ്ങളെ സകല തിന്മയിൽ നിന്നും കാത്തു സൂക്ഷിക്കും. കള്ളന്മാരും കുലപാതകന്മാരും ചതിയന്മാരും ദുഷ്ടന്മാരും സാത്താന്യ ശക്തികൾക്ക് നിങ്ങൾക്കെതിരെ ഒന്നിച്ചെഴുന്നേറ്റാരും നിങ്ങളുടെ വാക്കുകൾ നിർമ്മലമാണെങ്കിൽ, നിങ്ങളുടെ ഹൃദയം നിർമ്മലമാണെങ്കിൽ അതിനെ എതിർത്ത് നിൽപ്പാൻ, ചെറുത്ത് നിൽപ്പാനുള്ള കൃപ ദൈവം നിനക്ക് തരും. നിന്റെ ഞെരുക്കത്തിൽ വിശാലത നൽകുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകലിനെ കേൾക്കുന്ന സ്നേഹിത, യേശുവിലേക്ക് മടങ്ങി വാ. യേശുവിലേക്ക് മടങ്ങി വരുന്നെങ്കിൽ ദൈവം നിന്നെ മാനിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സ്തോത്രം. ഫിലിപ്പി ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചു. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടും: ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കുമെന്ന് പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പറയുന്ന വാക്കുകളാണ്. ആത്മാവിൽ നമുക്ക് എഴുതി തന്ന ദൈവത്തിന്റെ വചനമാണ് അത്. ഇന്ന് പകൽ നിന്റെ സകല പ്രശ്നങ്ങളും അറിയുന്നത്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്താണ് വായിച്ചു വചനം 118 വാക്യം: ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരം വഴി എന്നെ വിശാല സ്ഥലത്താക്കി. അതേ മാതാവ്, നിന്റെ ഞെരുക്കം കാണുന്ന ഒരു ദൈവം, ഒരു പരിശോധന കാണുന്ന ദൈവം, നിന്റെ കഷ്ടത കാണുന്ന ദൈവം നിനക്കൊരു വിശാലത നൽകാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ കാലം മുടക്കി പ്രാർത്ഥിക്കുമോ? നിർമ്മല ഹൃദയത്തോടെ, നിർമ്മല മനസാക്ഷിയോടെ, നിർമ്മലമായ വാക്കുകളോടെ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ആർക്കും ഇത് പറയാനും തടയുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവം നിനക്കൊരു വിശാലത തന്നതിനെ മാറി കണ്ണുകളുടെ ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. വചനം കേട്ടുകൊണ്ട് ചെറിയവരെയും വലിയവരെയും ഞങ്ങൾ ദൈവങ്ങളെ ഏൽപ്പിക്കട്ടെ. കേരളത്തിൽ, ഭാരത ലോക രാജ്യങ്ങളുള്ള സകല ജനത്തെ കഷ്ടതയുടെ, ഞെരുക്കത്തിന്റെ, സങ്കടത്തിന്റെ, വ്യാധിയുടെ, കടക്കടിയുടെ പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുന്ന ജനങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. ലോക രാജ്യം 800 കോടിയിലധികം ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കർത്താവേ. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ,
പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി മേഖലയിൽ ഭരിക്കുന്നവരെയും അധികാരികളെ, ഇവിടുത്തെ ജനത്തെയും, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാക്കുന്ന BSCRPF, ക്രമസമാധാന പാലക, നിയമനിർമ്മാണ രംഗത്ത് രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, പോലീസിലെ വിവിധ സെക്ഷനുകൾ, ജുഡീഷ്യറിക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, ജുഡീഷ്യറി വിവിധ വകുപ്പുകളിലായിരിക്കുന്നവരെ ഞാൻ ഓർക്കുന്നു. കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കും, വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ, ഹല്ലേലൂയ കർത്താവേ സ്തോത്രം, വാഹനം നിർമ്മാണ സെയിൽസ് ചെയ്യുന്നവർ, കടലോരവാസികളെ, തീരദേശവാസികളെ, സമുദ്രത്തിൽ ആളുകൾ, മത്സ്യബന്ധനെ കടന്നു പോയിരിക്കുന്നവർ, കനികളും കമ്പനികളും ഫാക്ടറികൾക്ക് ജോലി ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ വ്യാപാരികളും വ്യവസായികളെയും എല്ലാ വഴിയോര കച്ചവടക്കാരെയും, സഹകരണ മേഖലയിലും പൊതുമേഖലയിലും സാമ്പത്തിക മേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസമായ മാർക്കറ്റ് മേഖലയില് എല്ലാ പൊതുമേഖലയിലായിരിക്കുന്നവരെയും, കൺസ്ട്രക്ഷൻ രംഗത്ത്, മെക്കാനിക്, ഓട്ടോ രംഗത്ത്, ചെറുതും വലുതുമായ എല്ലാ ടാക്സി സർവീസ്, ഹോട്ടൽസ്, എല്ലാ ഹെവി വാഹനം ഓടിക്കുന്നവരെയും, യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, ഭരണപക്ഷ പാർട്ടികൾ, മത, സാമൂഹിക, സാംസ്കാരിക സംഘടന രംഗം, ചരിത്ര, മാധ്യമ, മീഡിയ രംഗം നിൽക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കഷ്ടതയുടെ തന്നെ, വേദനയുടെ, ദുഃഖത്തിന്റെ മദ്യത്തിന്, മയക്കും, ലഹരിപ്പത അടിമപ്പെട്ട് ഒരു തലമുറയില്ലാതെ ഭാരപ്പെടുന്ന, ഒരു വീടില്ലാതെ ഭാരസ്ഥലങ്ങൾ, ഭൂമിയില്ലാതെ ഭാരപ്പെടും, കടക്കണിയാൽ ഭാരപ്പെടുന്നവരെ, മഹാവ്യാധികൾ കടന്നു, മരണത്തിന്റെ നിഴലിൽ കടന്നു പോകുന്നവരെ എല്ലാം ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, തീവ്രവാദികളും ഭീകരവാദികളും ഉത്തരവാദികളും വർഗീയവാദികളും മാനസാന്തരപ്പെടുവാൻ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോക സമാധാനം കൊണ്ട് നിറയുവാൻ, ജനത്തിന്റെ കഷ്ടത്തിൽ വിടുതൽ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ദേശരാജ്യങ്ങൾ ജോലിക്ക് കടന്നു കഷ്ടം സഹിക്കുന്നവർ, സൗകര്യസൗരന്മാർ, പീഡ അനുഭവിക്കുന്നവർ, മണലാനിധി കഷ്ടം സഹിക്കുന്ന സൗരന്മാർ, സാമ്പത്തികം കഴിയാതെ, സാമ്പത്തികമില്ലാതെ കടക്കടിയാൽ ഭാരപ്പെടുന്നവർ, സാലറി കിട്ടാതെ വിവിധ രോഗങ്ങളെ ഭാരപ്പെട്ട് ജയിലിൽ കിടക്കുന്നവർ എല്ലാവരും ഞങ്ങളോട് പ്രാർത്ഥിച്ചു. ബാല്യത്തിൽ, കൗമാരി, യുവനത്തിലും, വാർത്തകളും വൃദ്ധരാശനും, യാചകരും, ഓർഫണേജ്, വോൾട്ടേജ് തടവറയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുകയും പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ കേരളത്തിൽ, വിദേശ രാജ്യങ്ങൾ കർത്താവിന്റെ വേലയിൽ കടന്നു വരുന്ന ദൈവത്തിന്റെ ദാസന്മാർ, കുടുംബങ്ങൾ, തലമുറ, സുവിശേഷമായ ജയിൽ കഷ്ടത അനുഭവിക്കുന്നവർക്കെല്ലാം അവിടെ കഷ്ടതയിൽ ഒരു മാറ്റം കൊടുത്ത് ജയിലിക്കും മാറ്റി വിശാലത കൊടുക്കണം കർത്താവി. ഞങ്ങളുടെ കേരളത്തിന്, ഭാരതത്തിൽ, വിദേശ രാജ്യങ്ങളിലെ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആമി കർത്താവ്, വിവിധമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരെല്ലാം പിടിപ്പിക്കണമേ. എല്ലാ ശാപത്തെ, രോഗത്തിൽ നിന്ന്, എല്ലാ പാപത്തിൽ ജനം പിടിപ്പിക്കപ്പെടുവാൻ ദൈവത്തോട് ചേർത്ത് വസിപ്പാൻ ജനത്തെ ഒരുക്കണം. സകല മഹത്വം എടുത്താട്ടെ യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്.